ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് കാണുന്നത് ഒരു ആനിമൽ സെല്ലിൻ്റെ ഏറ്റവും പുറമെയുള്ള സെല്ലിൻ്റെ കമ്പോണൻ്റാണ്. ഇനി നമ്മളൊരു പ്ലാന്റ് സെല്ലിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന സെൽ കമ്പോണൻറ്റിന് പറയുന്ന പേരാണ് സെൽ വോൾ എന്ന്. ബാക്ടീരിയയുടെ സെല്ലിനും ഫംഗസിൻ്റെ സെല്ലിനും സെൽ വോൾ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കാണുന്നുണ്ട്. എന്നാൽ നമ്മളൊരു ആനിമൽ സെല്ലിനെയാണ് നോക്കുന്നതെങ്കിൽ അതിന് സെൽ വോൾ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നില്ല. അതിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന കമ്പോണൻ്റാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി സെൽ വോളിൻ്റെ ഉള്ളിലായിട്ട് പ്ലാന്റ് സെല്ലിനും പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നുണ്ട്. അതായത് ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഭാഗത്തിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് പ്ലാസ്മ മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള കവറിങ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഡയനാമിക് നേച്ചറുള്ള ഒരു കമ്പോണൻ്റ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സെൽ വോളിനെയാണ് നോക്കുന്നതെങ്കിൽ അത് റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതായത് ഒരു പ്ലാന്റ് സെല്ലിന് അത്യാവശ്യം ഒരു ഷേപ്പൊക്കെ നൽകുന്ന കട്ടിയുള്ള പുറമേ കാണപ്പെടുന്ന ഒരു കവറിങ് ആണ് സെൽ വോൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മിഡിൽ ലാമെല്ല പോലെയുള്ള സിമെൻറ്റിങ് മെറ്റീരിയലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ മിഡിൽ ലാമെല്ലയും അതുപോലെ സെക്കൻഡറി വോൾ എന്നൊക്കെ പറയുന്നത് കട്ടി കൂടിയ നേച്ചറുള്ള സബ്സ്റ്റൻസ് ആണ്, ലെയറുകളാണ്. ഇങ്ങനെയുള്ള ലെയറുകൾ ഉള്ളത് കൊണ്ട് തന്നെ സെൽ വോൾ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള ഒരു കമ്പോണൻ്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ ആണ് നോക്കുന്നതെങ്കിൽ അത് ഡയനാമിക് നേച്ചറുള്ള ഒരു പാർട്ടാണ്. ഡയനാമിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു ഇലാസ്റ്റിക് നേച്ചറായിരിക്കും കാണിക്കുന്നത്. അതായത് അതിനൊരു റിജിഡ് നേച്ചറൊന്നുമില്ല, അതൊരു ഇലാസ്റ്റിക് നേച്ചറാണ് കാണിക്കുന്നത്. മെംബ്രെയിൻ അതായത് സെല്ലിൽ കൂടി ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്കുള്ള മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടൊക്കെ നടക്കുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും അകത്തേക്കും അകത്തു നിന്നും പുറത്തേക്കുമുള്ള ട്രാൻസ്പോർട്ടൊക്കെ നടക്കണമെങ്കിൽ ഇതൊരു ഇലാസ്റ്റിക് നേച്ചറുള്ളതും ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള നേച്ചറുള്ളതുമായ ഒരു പാർട്ട് ആയിരിക്കണം. അപ്പം പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് റിജിഡ് അല്ല, അത് ഇലാസ്റ്റിക് നേച്ചറാണ് കാണിക്കുന്നത്. അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ല അതിന് കാണുന്നത്. ഇനി നമ്മളൊരു പ്ലാസ്മ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ അത് 2 ലെയറുകളാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു ലെയർ എന്ന് പറയുന്നത് സെല്ലിൻ്റെ പുറത്തേക്ക് ഫേസ് ചെയ്ത് ഇരിക്കുന്നു, അതായത് സെല്ലിൻ്റെ ഔട്ട് സൈഡിലേക്ക്. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഫേസ് ചെയ്ത്, അതായത് സൈറ്റോപ്ലാസത്തിനെ ഫേസ് ചെയ്താണ് രണ്ടാമത്തെ ലെയർ കാണുന്നത്. ഇപ്പോൾ ഒരു പ്ലാസ്മ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ അത് 2 ലെയറുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ലെയർ എന്ന് പറയുന്നത് പുറത്തേക്ക് ഔട്ട് സൈഡിലേക്ക് ഫേസ് ചെയ്തും മറ്റൊരു ലെയർ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനെ ഫേസ് ചെയ്തുമാണ് കാണുന്നത്. ഇപ്പം നമ്മളൊരു സെല്ലിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സെല്ലാണെങ്കിൽ ഇതിന് 2 ലെയറുകളുണ്ട്. നമ്മുടെ ഈ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നതിന് 2 ലെയറുകളുണ്ട്. അതായത് ഔട്ടർ ലെയറുമുണ്ട്, ഇന്നർ ലെയറുമുണ്ട്. ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഫേസ് ചെയ്തും മറ്റത് അകത്തോട്ട് ഫേസ് ചെയ്തുമാണ് കാണുന്നത്. ഇനി നമ്മളൊരു RBC ആണ് നോക്കുന്നതെങ്കിൽ, നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഒരു RBC ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ 52% പ്രോട്ടീൻ, അതായത് RBCയുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ 52% പ്രോട്ടീൻസ് കൊണ്ടും 40% ലിപ്പിഡ്സ് കൊണ്ടുമാണ് ഈ ഒരു സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻ്റ് നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻസും ലിപ്പിഡ്സും ഉപയോഗിച്ചിട്ടാണ്. എല്ലാ പ്ലാസ്മ മെംബ്രെയിനും നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻസും ലിപ്പിഡ്സും ഉപയോഗിച്ചിട്ടാണ്. ഇനി ഒരു RBC ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ 52% പ്രോട്ടീൻസും 40% ലിപ്പിഡ്സും വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബൈ ലെയറായിട്ട് കാണുന്നു അല്ലെങ്കിൽ 2 ലെയറുകളായിട്ട് കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞതിൽ ലിപ്പിഡ്സ് കൊണ്ടുള്ള 2 ലെയറുകളാണ് ഇതിൽ കാണപ്പെടുന്നത്. ലിപ്പിഡ്സ് കൊണ്ട് നിർമ്മിച്ച 2 ലെയറുകളും ഈ 2 ലെയറുകളുടെ ഇടയിലായിട്ടും അതുപോലെ ഇതിൻ്റെ ഔട്ടറും ഇന്നർ സർഫസിലുമായിട്ടുമാണ് പ്രോട്ടീൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് 2-3 തിയറികൾ അല്ലെങ്കിൽ 2-3 മോഡൽസ് ആണ് സാധാരണ പറഞ്ഞു വരുന്നത്. അതിലൊന്നാണ് സാൻഡ്വിച്ച് മോഡൽ. സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഡേവുസണും ഡാനിയലിയും ചേർന്നിട്ടാണ്. ഡേവുസൺ ആൻഡ് ഡാനിയലിയാണ് സാൻഡ്വിച്ച് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്.
മറ്റൊരു മോഡലാണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. ഈ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത് റോബർട്ട്സൺ ആണ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ സാൻഡ്വിച്ച് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഡേവ്സൺ ആൻഡ് ഡാനിയേലിയാണ്. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത് റോബർട്ട്സണുമാണ്. നമ്മൾ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സാധാരണയായി പഠിക്കുന്ന മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അതാണ് വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മോഡലും. ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്തത് സിംഗറും നിക്കോൾസണും ചേർന്നിട്ടാണ് 1972. അപ്പോൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത് സിംഗറും നിക്കോൾസണും ചേർന്നിട്ടാണ് 1972. ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ലിപ്പിഡും പ്രോട്ടീനും വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ലിപ്പിഡ്സ് കൊണ്ട് നിർമ്മിച്ച 2 ലെയറുകളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഈ ലിപ്പിഡ്സ് കൊണ്ട് നിർമ്മിച്ച ഈ 2 ലെയറുകളിലായിട്ട് അവിടെയായിട്ട് അറേഞ്ച് ചെയ്ത് പ്രോട്ടീൻസും കാണപ്പെടുന്നുണ്ടെന്ന്. അപ്പം ഇതിൽ ഈ ലിപ്പിഡ് ബൈലെയർ ആണ് ഒരു ഫ്ലൂയിഡ് ലൈക്ക് നേച്ചർ കാണിക്കുന്നതും അതിൽ അവിടെയായി കാണപ്പെടുന്ന മൊസൈക്ക് പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറുകളാണ് പ്രോട്ടീൻസ് എന്നുമാണ് ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു സ്ട്രക്ചറാണ്. നമ്മുടെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും ഉപയോഗിച്ചിട്ടാണെന്ന്. അപ്പം ഇതിൽ 2 ലെയറുകളായിട്ടാണ് ലിപ്പിഡ്സ് കാണുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ബോൾ പോലെയുള്ള ഈ ഒരു പാർട്ടും അതിൻ്റെ താഴേക്ക് കാണപ്പെടുന്ന 2 ടെയിൽ പോലെയുള്ള ഈ ഒരു ഭാഗവും കൂടി ചേർന്ന ഒരു യൂണിറ്റിനെ നമ്മൾ ലിപ്പിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ലിപ്പിഡുകൾ കൂടി ചേർന്നിട്ട് കുറേ ലിപ്പിഡ്സുകൾ നിരനിരയായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു വലിയ ഷീറ്റ് പോലെ ഉണ്ടാകുന്നു. അപ്പം ഈ കാണിച്ചിരിക്കുന്ന ഇതെല്ലാം ഒരു ലിപ്പിഡിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ലിപ്പിഡുകൾ ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഒരു വലിയ ഷീറ്റ് പോലെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണ് ലിപ്പിഡിൻ്റെ ഒരു ലെയർ എന്ന് പറയുന്നത്. ഇനി ഈ ലെയർ എപ്പോഴും ഫേസ് ചെയ്യുന്നത്, അതായത് ഈ ലെയറിൻ്റെ ഈ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് നേച്ചർ ഉള്ളതാണ്. അതായത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരു ഭാഗം, അതായത് വാട്ടർ ലവിങ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് ഔട്ടർ സർഫസിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ഏറ്റവും മുകളിലത്തെ ഈ കാണുന്നതാണ് ഇതിൻ്റെ മുകളിലത്തെ ലെയർ. അപ്പോൾ ഈ മുകളിലത്തെ ലെയറിൻ്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പോളാർ ഹെഡ് എന്ന് പറയുന്നു. ഈ ഒരു റീജിയൻ എപ്പോഴും ഫേസ് ചെയ്യുന്നത് സെല്ലിൻ്റെ ഔട്ടർ സർഫസിലേക്കായിരിക്കും. ഇനി ഈ ഭാഗമാണ് സെല്ലിൻ്റെ ഇന്നർ സർഫസ്, അതായത് സൈറ്റോപ്ലാസം ഒക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പം ഇതിൻ്റെ ഇത് ആദ്യത്തെ ലെയറാണ്. ഇതിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഇതാണ് രണ്ടാമത്തെ ലെയർ. രണ്ടാമത്തെ ലെയറിലും അതിൻ്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫേസ് ചെയ്യുന്നത് അതിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്കായിരിക്കും. അതായത് സൈറ്റോപ്ലാസത്തിലാണ് വാട്ടർ പോലെയുള്ള സബ്സ്റ്റൻസ് ഉള്ളത്. അപ്പം വാട്ടർ ലവിങ് ആയിട്ടുള്ള ഈ ഹെഡ് പോർഷനാണ് എപ്പോഴും ഔട്ടർ സർഫസിലേക്കും അതുപോലെ ഇന്നർ സർഫസിലേക്കും ഫേസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുവിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെയിൽ റീജിയൻ കാണപ്പെടുന്നു. ഇപ്പോഴും ഈ ലിപ്പിഡ്സിൻ്റെ ടെയിൽ റീജിയൻ അല്ലെങ്കിൽ ടെയിൽ പാർട്ട് എന്ന് പറയുന്നത് നോൺ പോളാർ നേച്ചറാണ് കാണിക്കുന്നത്. അതായത് ഇവർ ഹൈഡ്രോഫോബിക് നേച്ചറാണ് കാണിക്കുന്നത്. അപ്പം വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും മാറിപ്പോവാൻ, അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ ടെയിൽ പോർഷൻ എന്ന് പറയുന്നത്. കാരണം ഇവർ ഹൈഡ്രോഫോബിക് നേച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ടെയിൽ പോർഷൻ കാണുന്നത് എപ്പോഴും ഈ 2 മെംബ്രെയിൻ്റെയും കൂടെ ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ലിപ്പിഡ് ബൈ ലെയറിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള 2 ലിപ്പിഡ് ലെയറുകൾ ഉണ്ടാകുന്നു. ഈ 2 ലിപ്പിഡ് ലെയറുകളും കൂടി ഒരു വലിയ ഷീറ്റ് പോലെയാണ് കണക്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പം ഈ കാണുന്ന ഈ ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലിപ്പിഡിൻ്റെ ഒരു സീ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഒരുപാട് ലിപ്പിഡ്സുകൾ കൂടി ചേർന്നിട്ട് ഒരു വലിയ കടൽ പോലെ അറേഞ്ച് ചെയ്ത് കാണപ്പെടുകയും ഈ ലിപ്പിഡിൻ്റെ ഈ വലിയ ഒരു കടലിൽ മുങ്ങിക്കിടക്കുന്ന അവിടെയായി മുങ്ങിക്കിടക്കുന്ന ചെറിയ ചെറിയ
കല്ലുകൾ പോലെ അല്ലെങ്കിൽ ചെറിയ ബോൾസ് പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് നമ്മുടെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ലിപ്പിഡ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെംബ്രെയിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലിപ്പിഡ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഫോസ്ഫോ ലിപ്പിഡ്സിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫോസ്ഫോ ലിപ്പിഡ്സ് ആണ്. എന്നാൽ ഈ ഫോസ്ഫോ ലിപ്പിഡ്സിനോടൊപ്പം ഇവർക്ക് ഗ്ലൈക്കോ ലിപ്പിഡ്സും കാണുന്നുണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോളും കാണുന്നുണ്ട്. അപ്പം മെംബ്രെയിൻ കമ്പോണൻ്റായ ലിപ്പിഡ്സ് എന്ന് പറയുന്നതിൽ വരുന്ന ഗ്രൂപ്പുകളാണ് ഫോസ്ഫോ ലിപ്പിഡ്സ്, ഗ്ലൈക്കോ ലിപ്പിഡ്സ്, കൊളസ്ട്രോള്. അപ്പം ഈ ഫോസ്ഫോ ലിപ്പിഡ്സും അതുപോലെ തന്നെ ഇതിൽ ഗ്ലൈക്കോ ലിപ്പിഡ്, അതാണ് ഈ ഗ്രീൻ കളറിൽ ചെറിയ ബോൾ പോലെ കാണിച്ചിരിക്കുന്നതാണ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. ഗ്ലൈക്കോ ലിപ്പിഡ്സും ഉണ്ട്, അതോടൊപ്പം ഇവിടെ ഒരു യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കൊളസ്ട്രോള്. ഫോസ്ഫോ ലിപ്പിഡ്സും ഗ്ലൈക്കോ ലിപ്പിഡ്സും അതുപോലെ കൊളസ്ട്രോളുമാണ് ലിപ്പിഡിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന മെംബ്രെയിൻ കമ്പോണൻസ്. ഇനി ഈ ലിപ്പിഡ് ബൈലെയറിലായി അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന ബോൾസ് പോലെയുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കടലിൽ മുങ്ങിക്കിടക്കുന്ന കല്ലുകൾ പോലെയുള്ള സ്ട്രക്ചറിന് പറയുന്ന പേരാണ് നമ്മൾ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇതിൽ കാണപ്പെടുന്ന ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒരു മെംബ്രെയിനിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് കാണുന്നത്. അവരാണ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻസും ഇൻട്രിൻസിക് പ്രോട്ടീൻസും. ഈ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണുന്നത് ഒന്നുകിൽ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിലായിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്നർ സർഫസിലായിട്ട്. അപ്പം ഇവിടെ കാണുന്ന ഈ പ്രോട്ടീൻസ് ഒരു എക്സ്ട്രിൻസിക് പ്രോട്ടീനാണ്, അതോടൊപ്പം ഈ കാണിച്ചിരിക്കുന്ന പ്രോട്ടീൻസും ഒരു എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് ആണ്. അതായത് ഒന്നുകിൽ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന മെംബ്രെയിനിലും അല്ലെങ്കിൽ ഇതിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ഇന്നർ മെംബ്രെയിനിലും കാണുന്ന പ്രോട്ടീൻസ് ആണ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ്. ഈ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസിനെ നമ്മൾ പെരിഫറൽ പ്രോട്ടീൻസ് എന്നും വിളിക്കുന്നുണ്ട്, കാരണം ഇവർ പെരിഫറിയിൽ കാണപ്പെടുന്നത് കൊണ്ട്. ഇനി ഇതല്ലാതെ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ലിപ്പിഡ് ബൈലെയറിലായിട്ട് മുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ലിപ്പിഡ് ബൈലെയറിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻസ് ഉണ്ട്. ഇത്തരം പ്രോട്ടീൻസിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഇൻട്രിൻസിക് പ്രോട്ടീൻസ്. ഇനി ഇൻട്രിൻസിക് പ്രോട്ടീൻസിനെ നമ്മൾ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ പ്രോട്ടീനാണ്, അതായത് മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻസ്. അപ്പം മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്നും വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ ഇതിൽ കാണപ്പെടുന്ന ഈ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ചില അവസരങ്ങളിൽ ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ സെല്ലിൻ്റെ ഔട്ട്സൈഡിലുള്ള എന്തെങ്കിലും ഒരു പാർട്ടിക്കിളിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു കാരിയർ പ്രോട്ടീനായിട്ടും ഈ ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഈ ബൈലെയർ നിർമ്മിച്ചിരിക്കുന്ന ലിപ്പിഡ്സിന് രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റുകളാണ് കാണിക്കുന്നത്. മെംബ്രെയിൻ്റെ ബൈലെയർ നിർമ്മിച്ചിരിക്കുന്ന ലിപ്പിഡ്സ് ഈ മെംബ്രെയിനിലിരുന്നിട്ട് രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒന്നും അല്ല കാണിക്കുന്നത്. അതിൻ്റെ ഒരു മെംബ്രെയിൻ കമ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ആയിട്ടിരിക്കുന്ന ആളുകളല്ല. അവർ ആ മെംബ്രെയിനിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് അവരുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ റെഡ് കളറിലുള്ള ഈ ഒരു ലിപ്പിഡിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഇവരുടെ പൊസിഷൻ മാറി അവർക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഇരിക്കാൻ സാധിക്കും. അപ്പം ഒരു സ്ഥലത്തിരിക്കുന്ന ലിപ്പിഡ് അവിടെ നിന്നും അതേ ലെയറിൽ തന്നെയുള്ള മറ്റൊരു ഭാഗത്തേക്ക് മാറിയിരുന്നാൽ അത്തരം മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ മൂവ്മെൻറ്റ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ ലിപ്പിഡ്സ് കാണിക്കുന്നത് രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റുകളാണ്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഒരു ലെയറിലിരിക്കുന്ന ലിപ്പിഡ്സ് അവിടെ നിന്നും അതേ ലെയറിൽ തന്നെയുള്ള മറ്റൊരു പൊസിഷനിലേക്ക് മാറിയിരുന്നു കഴിഞ്ഞാൽ
അത്തരം മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ മൂവ്മെൻറ്റ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ ലെയറിൽ ഇരിക്കുന്ന ഈ ഒരു ലിപ്പിഡിനെ നമ്മൾ നോക്കുക. അപ്പം ഔട്ടർ ലെയറിൽ ഇരിക്കുന്ന ഈ ഒരു ലിപ്പിഡ് ഇവിടെ നിന്നും ഇതിൻ്റെ ഇന്നർ ലെയറിലേക്ക് മാറുന്നു എന്ന് നമ്മൾ കരുതുക. അപ്പം ഔട്ടർ ലെയറിൽ ഇരിക്കുന്ന ആൾ ഇന്നർ ലെയറിലേക്ക് മാറിയാലും ഇനി ഇന്നർ ലെയറിലുള്ള ഒരു ലിപ്പിഡ് ഇതിൻ്റെ ഔട്ടർ സർഫസിലേക്ക് പോയി കഴിഞ്ഞാലും അത്തരം മൂവ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ്. ഔട്ടർ സർഫസിലുള്ളത് ഇന്നർ സർഫസിലേക്ക് വന്നാലും ഇന്നർ സർഫസിലുള്ള ഒരു ലിപ്പിഡ് ഔട്ടർ സർഫസിലേക്ക് പോയാലും അത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റുകളും ഒക്കെ ശരിക്കും ഈ പ്ലാസ്മ മെംബ്രെയിനെ സഹായിക്കുന്നത് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടിനൊക്കെ വേണ്ടിയാണ് സഹായിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു ടേമാണ് ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ലിപ്പിഡ് ബൈലെയർ നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ്സും അതോടൊപ്പം ഗ്ലൈക്കോലിപ്പിഡ്സും അതോടൊപ്പം കൊളസ്ട്രോളും ചേർന്നിട്ടാണെന്ന്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കമ്പോണൻ്റാണ് ഫോസ്ഫോലിപ്പിഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതൊരു നോർമൽ കേസിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ചില സ്പെഷ്യൽ കേസുകളിൽ നമ്മൾ ഈ മെംബ്രെയിൻ്റെ ചില ഏരിയാസിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫോസ്ഫോലിപ്പിഡിൻ്റെ അളവ് കുറവായിരിക്കും. ഇങ്ങനെ ഫോസ്ഫോലിപ്പിഡിൻ്റെ അളവ് കുറയുകയും എന്നാൽ ഹൈ എമൗണ്ടിൽ സ്പിഞ്ചിയോലിപ്പിഡ്സും കൊളസ്ട്രോളും കാണുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം റീജിയണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിപ്പിഡ് റാഫ്റ്റ് എന്ന്. ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ അളവ് കുറയുകയും ആ ഒരു സ്ഥലത്ത് സ്പിഞ്ചിയോലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഗ്ലൈക്കോലിപ്പിഡിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്പിഞ്ചിയോലിപ്പിഡ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബോഹൈഡ്രേറ്റുമായി അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ലിപ്പിഡിനെയാണ് നമ്മൾ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ലിപ്പിഡിനെയാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഇതിൽ ഫോസ്ഫോലിപ്പിഡിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഗ്ലൈക്കോലിപ്പിഡും കൊളസ്ട്രോളും കൂടുതലായി വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലിപ്പിഡ് റാഫ്റ്റ് എന്ന്. സ്പിഞ്ചിയോലിപ്പിഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോലിപ്പിഡിൻ്റെ എക്സാമ്പിളാണ്. ഇങ്ങനെയുള്ള ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്ന ഏരിയാസ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു ഡൈനാമിക് നേച്ചറുള്ള ഒരു സെൽ കമ്പോണൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ കാണപ്പെടുന്ന മെംബ്രെയിൻ കമ്പോണൻസിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരേപോലെയല്ല, പല ഭാഗങ്ങളിലും പല രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4, 5 നമുക്കൊരു 5-6 പ്രോട്ടീൻസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതേ മെംബ്രെയിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പ്രോട്ടീൻസിനൊന്നും അവിടെ കാണണമെന്നില്ല. അവിടെ ചിലപ്പോൾ പ്രോട്ടീൻസിൻ്റെ എണ്ണം ഒന്നുകിൽ ഇതിനേക്കാളും കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അതായത് നമ്മൾ ഈ മെംബ്രെയിനെ നോക്കിക്കഴിഞ്ഞാൽ മെംബ്രെയിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു സെല്ലിൻ്റെ മുഴുവൻ ഏരിയയിലും ഒരേപോലെ അല്ല കാണപ്പെടുന്നത്. ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അപ്പം ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ സെൽ മെംബ്രെയിൻ്റെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡാണ് കൂടുതലായിട്ട് വരുന്ന ലിപ്പിഡ് കമ്പോണൻ്റ്. എന്നാൽ ഫോസ്ഫോലിപ്പിഡിൻ്റെ അളവ് കുറയുകയും അവിടെ സ്പിഞ്ചിയോലിപ്പിഡ്സും കൊളസ്ട്രോളും കൂടുതലായിട്ട് കാണപ്പെടുന്നുവെങ്കിൽ അത്തരം റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ലിപ്പിഡ് റാഫ്റ്റ് എന്ന്. ഈ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്ന ഇത്തരം റീജിയൻസ് ശരിക്കും സഹായിക്കുന്നത് മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ മെംബ്രെയിനിൽ കൂടിയുള്ള പാർട്ടിക്കിൾസിൻ്റെ ട്രാൻസ്പോർട്ടിനും ഒക്കെയാണ് ഇങ്ങനെയുള്ള ഈ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്ന റീജിയൻസ് സഹായിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന 2 ടേമാണ് ലിപ്പോസോമും മിസെല്ലും. ശരിക്കും ഈ ലിപ്പോസോമും മിസെല്ലും എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ കമ്പോണൻറ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതല്ല. പ്ലാസ്മ മെംബ്രെയിൻ കമ്പോണൻസിനകത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഈ മെംബ്രെയിൻ നേച്ചറുള്ള 2 പാർട്ടിക്കിൾസാണ് ലിപ്പോസോമും മിസെല്ലും എന്ന് പറയുന്നത്. ലിപ്പോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലിപ്പിഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ബൈലെയർഡ് നേച്ചറുള്ള ലിപ്പിഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു വെസിക്കിൾ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്.
ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ബൈലെയർ പോലെ തന്നെ ഇവിടെയും ബൈലെയർ നേച്ചറുള്ള ഒരു സ്ട്രക്ചറാണ് ഉണ്ടായിരിക്കുന്നത്. ഇതും നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ലിപ്പിഡ് ബൈലെയർ പോലെ തന്നെ ഇവിടെയും ഒരു ലിപ്പിഡ് ബൈലെയർ നേച്ചറുള്ള ഒരു സ്ട്രക്ചറാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ലിപ്പിഡ് ബൈലെയർ നേച്ചറുള്ള ഈ ഒരു സ്ട്രക്ചർ ശരിക്കും ഒരു വെസിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നു. ആ വെസിക്കിളിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഒരു പോർഷനും കൂടിയുണ്ട്. അപ്പം ഇത് ഒറ്റ നോട്ടത്തിന് ഒരു ബോൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഈ ബോളിൻ്റെ ഏറ്റവും ഉൾവശത്തായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് എന്ന് പറയുന്നത് ഈ സ്പേസ് എന്ന് പറയുന്നത് ഈ ഹെഡ് പോർഷൻ, അതായത് ലിപ്പിഡിൻ്റെ ഹെഡ് പോർഷൻ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രഗ്സിനെ വെക്കുന്നു. അങ്ങനെ ഈ ഡ്രഗിനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഈ ലിപ്പോസോം എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിനെ ഉപയോഗിച്ച് നമ്മൾ ചില ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാൻസർ പോലെയുള്ള ഡിസീസിനകത്തിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആ ക്യാൻസർ കോശങ്ങൾ ഇരിക്കുന്ന ഏരിയയിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പം അവിടെ ട്രീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡ്രഗിനെ നമ്മൾ ഈ ലിപ്പോസോമിൻ്റെ ഉള്ളിലാക്കുകയും എന്നിട്ട് നമ്മൾ ഈ ലിപ്പോസോം മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രഗിൻ്റെ ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് ഏത് റീജിയനിലുള്ള ക്യാൻസർ സെല്ലിനെയാണോ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് ആ സെല്ലിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ആണ് നമ്മൾ ഈ ലിപ്പോസോം മീഡിയേറ്റഡ് ആയിട്ടുള്ള ഡ്രഗിൻ്റെ ഡെലിവറി നടത്തുന്നത്. അപ്പം ലിപ്പോസോം എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈലെയർ വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു വെസിക്കിളാണ് ലിപ്പോസോം എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്ന അതേ ലിപ്പിഡ് ബൈലെയർ വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചറും നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ട്രക്ചറാണ് മിസെല്ല് എന്ന് പറയുന്നത്. മിസെൽ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സിംഗിൾ ലെയറായിട്ടുള്ള ലിപ്പിഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അതായത് നമ്മുടെ ലിപ്പോസോം ആണെങ്കിൽ അതിന് ലിപ്പിഡ് ബൈ ലെയർ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തെ സർഫസിലും പുറത്തെ സർഫസിലും നമുക്ക് ലെയറുകൾ കാണാൻ സാധിക്കുന്നു, 2 ലെയറുണ്ട്. എന്നാൽ നമ്മുടെ മിസെല്ല് എന്ന് പറയുന്നതിന് ശരിക്കും ഒറ്റ ഒരു ലെയർ മാത്രമാണ് കാണുന്നത്. അതിൻ്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് പുറത്തേക്ക് വിരിക്കുന്നു, അതുപോലെ ടെയിൽ പോർഷൻ എന്ന് പറയുന്നത് അകത്തേക്ക് വിരിക്കുന്നു. അതായത് ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്, ടെയിൽ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്. ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് മിസെല്ല് എന്ന്. മിസെൽ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ശരിക്കും ഉണ്ടാകുന്നത് ഒരു കൊളോയിഡ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരു ലിപ്പിഡ് അകപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ലിപ്പിഡ് കമ്പോണൻ്റ് ഒരു കൊളോയിഡ്സിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് മിസെൽ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലുകളെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നിട്ട് അവരൊരു സ്പെറിക്കൽ ഷേപ്പിലായി മാറുകയും അതിനെ കവർ ചെയ്തുകൊണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പുറത്തായിട്ട് അവരുടെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എന്ത് കാണുന്നു, ഹെഡ് പോർഷൻസ് കാണുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സ്ട്രക്ചറാണ് ഒരു മിസെല്ല് എന്ന് പറയുന്നത്. നമ്മുടെ സോപ്പ് കുമിളകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് മിസെല്ല് എന്ന് പറയുന്നത്. ശരിക്കും ഇവർ ഈ ഒരു ലിപ്പിഡ് നശിച്ചു പോകുക, അതായത് ലിപ്പിഡ് അവരുടെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു നേച്ചറിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിസെല്ല് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് നോക്കുന്നത്. ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ ആയിരിക്കും. നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ടേമാണ് മെംബ്രെയിൻ എന്ന് പറയുന്നത് സെമി പെർമിബിൾ ആണെന്ന്. എന്നാൽ അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കുന്നു ഇത് സെലക്റ്റീവ്ലി പെർമിബിൾ ആണെന്ന്. എന്താണ് സെമി പെർമിബിളും സെലക്റ്റീവ്ലി പെർമിബിളും തമ്മിലുള്ള ഡിഫറൻസ്? ഇതൊരു മെംബ്രെയിൻ ആണെന്ന് കരുതുക. ഈ മെംബ്രെയിനിലായിട്ട് കുറച്ച് സുഷിരങ്ങൾ അല്ലെങ്കിൽ ചെറിയ പോറുകൾ കാണപ്പെടുന്നുണ്ട്. ഈ പോറുകൾക്കുള്ളിലൂടെയാണ് എന്ത് നടക്കുന്നത്, സബ്സ്റ്റൻസിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നു. അതായത് പുറത്തു നിന്നുമുള്ള സബ്സ്റ്റൻസിനെ അകത്തേക്ക് എടുക്കുന്നു, അകത്തുള്ളവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഈ മെംബ്രെയിനിൽ കാണപ്പെടുന്ന സ്മോൾ പോറുകൾ വഴിയാണ് നടക്കുന്നത്. ഇനി ഈ പോറുകൾ വഴി അകത്തേക്ക് കയറാനായിട്ട് പല ആകൃതിയിൽ, അതായത് പല സൈസിലുള്ള സബ്സ്റ്റൻസുകളാണ് ഇതിൻ്റെ പുറത്തെ സർഫസിൽ കാണപ്പെടുന്നത്.
ഇങ്ങനെയുള്ള പല വലുപ്പത്തിലുള്ള സബ്സ്റ്റൻസുകൾ ഒരുമിച്ച് ഈ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് വരുന്ന സമയത്ത് ഈ പോറിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകാൻ പറ്റുന്ന അത്രയും സൈസിൽ, അതായത് ഈ മെംബ്രെയിനിലുള്ള പോറിൻ്റെ സൈസിന് അനുയോജ്യമായ അളവിലുള്ള ഒരു പാർട്ടിക്കിളാണ് വരുന്നതെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളെ ഇതിൻ്റെ ഉള്ളിൽ കൂടി അകത്തേക്ക് കടത്തിവിടുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി വലിപ്പം കൂടിയ ഒരു പാർട്ടിക്കിളാണ് വരുന്നതെങ്കിൽ അതിനെ ഈ പോറിൻ്റെ ഉള്ളിൽ കൂടി അകത്തേക്ക് കടത്തിവിടാൻ സാധിക്കുന്നില്ല. അപ്പം ഇത്തരം കണ്ടീഷനിൽ നമ്മൾ പറയുന്നു നമ്മുടെ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ ആണെന്ന്. അതായത് ഈ ഒരു പോറിൻ്റെ സൈസിന് അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ടിക്കിളിനെ മാത്രമാണ് അവർ അകത്തേക്ക് കടത്തിവിടുന്നത്. അതിനേക്കാളും വലിയ ഒരു സൈസിലുള്ളത് വന്നു കഴിഞ്ഞാൽ അവരതിനെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. എന്നാൽ ഈ ഒരു പോറിൻ്റെ സൈസിന് അനുസരിച്ച് വരുന്ന എല്ലാ ആളുകളെയും ഇവർ ഉള്ളിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് സെമി പെർമിയബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുക, ഇതൊരു ലിവിങ് ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെമി പെർമിയബിൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ശരിക്കും കാണുന്നത് ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സെല്ലിലാണ്. അതായത് നമ്മളൊരു ലബോറട്ടറി കണ്ടീഷനിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലാണ് നമ്മൾ കാണുന്നത് ഈ പറയുന്ന സെമി പെർമിയബിൾ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി നമ്മൾ വിചാരിക്കുക, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു സെല്ലിൻ്റെ മെംബ്രെയിൻ ആണ് എന്ന് നമ്മൾ കരുതുക. അതായത് ഒരു ലിവിങ് സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ ആണെന്ന്. ഇതൊരു ലിവിങ് സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇതിൻ്റെ ഈ പോറിൽ കൂടി അകത്തേക്ക് കയറാനായിട്ട് ഒരുപാട് പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതായത് വരുന്ന പാർട്ടിക്കിൾസിൽ കൂടുതൽ എണ്ണത്തിനും ചിലപ്പം ഈ പോറിൻ്റെ സൈസുമായിട്ട് അനുയോജ്യമായിട്ട് ഉള്ള രീതിയിൽ വലിപ്പമുള്ള ഒരു പാർട്ടിക്കിൾ ആയിരിക്കും വരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ ഈ സെൽ മെംബ്രെയിൻ ചെക്ക് ചെയ്ത് നോക്കുന്നു ഈ സെല്ലിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഈ വരുന്ന പാർട്ടിക്കിൾസിന് എല്ലാവരെയും ഈ സെല്ല് ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. ഈ സെല്ലിന് ആവശ്യമുള്ളത് ആരൊക്കെയാണോ അങ്ങനെ ഉള്ളവരെ മാത്രമാണ് അവർ അകത്തേക്ക് കടന്നുവിടുന്നത്. അതായത് വരുന്ന ഇപ്പോൾ ഒരു 10 പാർട്ടിക്കിൾസ് ഇവിടെ വരുന്നുണ്ട്. ഈ 10 പാർട്ടിക്കിൾസിനും ചിലപ്പോൾ ഈ പോറിൻ്റെ ഉള്ളിൽ കൂടി അകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള സൈസ് ഉള്ളവരായിരിക്കും വരുന്നത്. എന്നാൽ അതിൽ 2 പാർട്ടിക്കിൾസിനെ മാത്രമായിരിക്കും ഈ സെല്ലിൻ്റെ ഫങ്ഷൻസ് നടത്തുന്നതിന് വേണ്ടി സെല്ലിന് ആവശ്യമുള്ളത്. അങ്ങനെ ഈ സെല്ലിൻ്റെ ഫങ്ഷൻസ് നടത്താനായിട്ട് ആവശ്യമുള്ളവരെ മാത്രം ഇവർ സെലക്ട് ചെയ്ത് ഉള്ളിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ശരിക്കും 1-2 പാർട്ടിക്കിൾസിനെ മാത്രമായിരിക്കും ഇവർ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഇങ്ങനെ സെല്ല് സെലക്ട് ചെയ്യുന്നവയെ മാത്രം ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ടെങ്കിൽ അത്തരം കണ്ടീഷന് പറയുന്ന പേരാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പം സെമി പെർമിയബിളും സെലക്റ്റീവ്ലി പെർമിയബിളും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളവരെ മാത്രം സെലക്ട് ചെയ്ത് ഉള്ളിലേക്ക് കടത്തിവിടുന്നു. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർ സൈസുമായിട്ട് അനുയോജ്യമായിട്ടുള്ള എല്ലാവരെയും ഉള്ളിലോട്ട് കടത്തിവിടുന്നുണ്ട്. എന്നാൽ ആ പോറിൻ്റെ സൈസിനേക്കാളും കൂടിയ സൈസ് ഉള്ളവരാണെങ്കിൽ കടത്തിവിടുന്നുമില്ല. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത് എപ്പോഴും കാണുന്നത് ഒരു ലിവിങ് സിസ്റ്റത്തിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പം നമ്മുടെ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ കാണിക്കുന്ന മറ്റൊരു ഫിനോമിനനാണ് അവർ പാസീവ് ട്രാൻസ്പോർട്ട് നടത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഉള്ളിലേക്കും അതുപോലെ അതിൻ്റെ പുറത്തേക്കും ഒരുപാട് സബ്സ്റ്റൻസിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന ഒരു മിനറൽസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടിന് നടക്കുന്ന ഒരു രീതിയാണ് പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്തൗട്ട് എനർജി റിക്വയർമെൻറ്റിലാണ് നടക്കുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു എനർജി ഒന്നും കൊടുക്കേണ്ട. ആ ഒരു ന്യൂട്രിയൻറ്റ് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഏരിയയിൽ നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഏരിയയിലേക്ക് പോകുന്നു. അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂട്രിയൻറ്റ് വേണം, അവിടെ അത് കുറവാണ്, എന്നാൽ പുറത്തെ സർഫസിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ പുറത്തെ കൂടിയ കോൺസെൻട്രേഷനിൽ നിന്നും അകത്തുള്ള കുറഞ്ഞ കോൺസെൻട്രേഷനിലോട്ട് ഈ ന്യൂട്രിയൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ കോൺസെൻട്രേഷൻ കൂടിയ ഏരിയയിൽ നിന്നും കുറഞ്ഞ ഏരിയയിലേക്ക് നടക്കുന്ന ട്രാൻസ്പോർട്ടാണ് പാസീവ് ട്രാൻസ്പോർട്ട്. ഇതിന് എനർജി ആവശ്യമില്ല.
ഇനി ഓസ്മോസിസ് എന്ന് പറയുന്ന മറ്റൊരു ഫിനോമിനും ഈ ഒരു സെൽ മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ കാണിക്കുന്നുണ്ട്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ആണ്. അതായത് വാട്ടർ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഏരിയയിൽ നിന്നും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഏരിയയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ വാട്ടറിനെ സെല്ലിൻ്റെ ഉള്ളിലോട്ടും പുറത്തേക്ക് കൊണ്ടുവിടാനുള്ള കഴിവുണ്ട് പ്ലാസ്മ മെംബ്രെയിനിന്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് മറ്റൊരു ഫിനോമിനൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്മ മെംബ്രെയിൻ അതിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് വിപരീതമായിട്ട് ന്യൂട്രിയൻസിൻ്റെ അല്ലെങ്കിൽ മിനറൽസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ട് നടത്തുന്നു. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ നടക്കുന്നത് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കാണ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കോൺസെൻട്രേഷൻ കുറവുള്ള ഒരു സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തോട്ട് വീണ്ടും അതിൻ്റെ തന്നെ ട്രാൻസ്പോർട്ട് നടക്കുന്നു. അപ്പം ഇങ്ങനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് വിപരീതമായിട്ട് ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ അതിന് നമ്മളൊരു എനർജി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് ATP എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സെല്ലിൽ കാണപ്പെടുന്ന ഹൈ എനർജി കോമ്പൗണ്ടാണ് ATP എന്ന് പറയുന്നത്. അപ്പോൾ ATP എന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ചില പമ്പുകളുടെ സഹായത്തോടെ, എക്സാമ്പിളാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്, ഇങ്ങനെയുള്ള പമ്പുകളുടെ സഹായത്തോടു കൂടി എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ട്രാൻസ്പോർട്ടാണ് അതായത് ഒരു സെൽ മെംബ്രെയിൻ നടത്തുന്ന ട്രാൻസ്പോർട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പം സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ മറ്റൊരു ഫിനോമിനാണ് ഇവർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടത്തുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പാസീവ് ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമില്ല, എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമുണ്ട്. ഇവിടെ സെല്ല് ഉപയോഗിക്കുന്ന എനർജിയാണ് ATP എന്ന് പറയുന്ന എനർജി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽ കമ്പോണൻ്റ് ആയ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതിൻ്റെ 3 മോഡലുകൾ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റുകളുടെ പേര് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്താണെന്ന് പറഞ്ഞു. സെൽ മെംബ്രെയിനുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.